പണ്ട് പണ്ട് സിൽബാരിപുരം ദേശത്തെ ഒരു യുവാവ് കോസല ദേശത്തേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് മോനെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വൃദ്ധൻ്റെ ശബ്ദം. കയ്യിലുള്ള തൻ്റെ ഭാണ്ഡക്കെട്ടുകൾ അക്കരെ എത്തിച്ചു കൊടുക്കാമോ എന്ന വൃദ്ധൻ്റെ ചോദ്യം. വീണ്ടും വൃദ്ധൻ വിസ്തരിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ കെട്ടിൽ ചെമ്പു നാണയങ്ങളാണ്, രണ്ടാമത്തേതിൽ വെള്ളി, മൂന്നാമത്തേതിൽ സ്വർണം. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ വിശ്വസിക്കാൻ കഴിയുമോ? ഉടനെ യുവാവ്, ഞാൻ വളരെ സത്യസന്ധനാണ്. ആദ്യം ഞാൻ പുഴ കടന്നിട്ട് താങ്കളെ പിടിച്ചുകൊണ്ട് അക്കരെ വിടാം. അങ്ങനെ അവർ അക്കരെ എത്തുന്നു. തുടർന്ന് അവർക്ക് ചെറിയൊരു തടിപ്പാലത്തിലൂടെ കടന്നു പോകണമായിരുന്നു. വീണ്ടും വൃദ്ധൻ പതിവ് ചോദ്യം ആവർത്തിച്ചു, എനിക്ക് നിന്നെ വിശ്വസിക്കാമോ? പുഴ കടന്നിട്ടും തന്നെ വിശ്വസിക്കാത്ത വൃദ്ധനോട് യുവാവിന് അല്പം ദേഷ്യമൊക്കെ തോന്നി. എന്നാലും അയാൾ പറഞ്ഞു, പുഴ കടന്നിട്ടും നിങ്ങൾക്കെന്നെ വിശ്വാസമായില്ലേ? അങ്ങനെ അവർ പാലവും കടക്കുന്നു. വീണ്ടും അവർ നടന്നു നീങ്ങി ഒരു കുന്നിൻ്റെ താഴ്വാരത്തിലെത്തുന്നു. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, നീ ആദ്യം കുന്നു കയറുക. അവിടെ കാണുന്ന കുടിലിൽ ഭാണ്ഡക്കെട്ടുകൾ വച്ചതിന് ശേഷം എൻ്റെ കൈപിടിക്കാൻ വന്നാൽ മതി. ഞാനിവിടെ കാത്തു നിൽക്കാം. വൃദ്ധൻ വീണ്ടും ഓർമ്മിപ്പിച്ചു, എനിക്ക് നിന്നെ വിശ്വസിക്കാമല്ലോ അല്ലേ? യുവാവ് കോപം അടക്കി പിടിച്ചുകൊണ്ട് പല്ലുകൾ ഞെരിച്ചു. അങ്ങനെ അയാൾ നടന്നു കയറി കുന്നിറങ്ങുമ്പോൾ മറുപുറം കാണാനേയില്ല. യുവാവിൻ്റെ മനസ്സിൽ ഇത്തിരി കള്ളത്തരം കടന്നുകൂടി. ഞാൻ തിരികെ ചെല്ലാതെ വൃദ്ധന് കുന്നുകയറി വരാൻ കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനൊരു സമ്പത്ത് കയ്യിൽപ്പെട്ട് കഴിഞ്ഞാൽ ആരായാലും അതും കൊണ്ട് രക്ഷപ്പെടും. എനിക്ക് എന്തുകൊണ്ട് രക്ഷപ്പെട്ടുകൂടാ? ഇങ്ങനെ ഒരു അവസ്ഥ വരും എന്നതുകൊണ്ട് തന്നെയല്ലേ അയാൾ തന്നെ വിശ്വസിക്കാമോ എന്ന് പലവട്ടം ചോദിച്ചത്? അങ്ങനെ യുവാവ് തിരികെ പോയില്ല. 3 ഭാണ്ഡക്കെട്ടുകളുമായി വേറെ ദിക്കിലൂടെ സ്വന്തം ദേശത്തെത്തി. വീട്ടിലെത്തി വാതിലുകൾ ഭദ്രമായി അടച്ച് ആവേശത്തോടെ 3 കെട്ടുകളും തുറന്നു. 3ലും വെറും കല്ലുകൾ മാത്രം. അയാൾ ഞെട്ടി. അതോടൊപ്പം ഒരു കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു, ഞാൻ വൃദ്ധനല്ല, രാജാവാണ്. വിശ്വസ്തനായ കൊട്ടാരം ഖജനാവ് സൂക്ഷിപ്പുകാരനാവാനുള്ള ഒരു മന്ത്രിയെ അന്വേഷിച്ച് നടക്കുന്നതിനിടെയാണ് നിന്നെയൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചത്. മന്ത്രിയാവാൻ നീ ഒട്ടും യോഗ്യനല്ല. ഈ കഥ കൊണ്ട് സൂചിപ്പിക്കുന്നത്, കള്ളത്തരത്തെപ്പറ്റി ഒരു ചിന്തയും ഇല്ലാതിരുന്ന ഒരു വ്യക്തി തൻ്റെ തെറ്റ് ആരും അറിയാനുള്ള സാധ്യതയില്ല എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ അയാൾ ഒരു കള്ളത്തരം ചെയ്യുന്നു. മറ്റുള്ളവർ അറിയെ തെറ്റ് ചെയ്യാൻ മടിയുള്ളവരാണ് ഇത്തരത്തിലുള്ളവർ. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ ഏത് തെറ്റ് ചെയ്യുന്നതിന് മുമ്പും ചിന്തിക്കേണ്ട ഒന്നുണ്ട്, ഇത് പരീക്ഷിക്കാൻ വേണ്ടി ലഭിക്കുന്ന അവസരമാണോ എന്ന്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് തെറ്റ് ചെയ്യാൻ തോന്നില്ല. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും. താങ്ക് യു.